ആ മിനുട്ടി എന്താ പണി? ആ ഞാൻ ഇവിടെ പഠിക്കുകയാണ്, കുറേ ഉണ്ട് പഠിക്കാൻ. ഇന്നെന്താ മിനുവിന് സ്നാക്സ് വേണ്ടത്? ആ എനിക്ക് വേണ്ടതേ അന്ന് അമ്മ ഉണ്ടാക്കിയില്ലേ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സാധനം, ആ 6 നമ്പർ, അതൊന്നും കൂടി ഉണ്ടാക്കി തരുമോ? അതെ. ഇത് ഗോതമ്പൊടിയാണോ? അല്ല അല്ല, മൈദ. 1 കപ്പ് മൈദപ്പൊടി. അപ്പം അതെന്താ, എള്ളാണോ? ആ അത് എള്ള്. ആ അത് എള്ളിടുക. പിന്നെ നമുക്ക് കുറച്ച് കളർ, മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കുറച്ച് ഉപ്പ്, മധുരത്തിൻ്റെ കൊണ്ട് കുറച്ച് ഉപ്പിടുക. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കൂലേ, അതുപോലെ കുഴയ്ക്കുക. ചപ്പാത്തി കുഴയ്ക്കുന്ന അതേപോലെ? ആ അതേപോലെ അതേപോലെ തന്നെ പരത്തിയെടുക്കാനുള്ളതാണ്. പരത്തിയിട്ട് നമുക്കത് കട്ട് ചെയ്ത് ഡയമണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ കുഴയ്ക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം കൂടി പോയാൽ കുഴഞ്ഞാകെ പോവും. അപ്പം കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. ഉരുട്ടിയിട്ട് എന്താ പ്ലാസ്റ്റിക് കവറിൽ പൊതിയണോ? അങ്ങനെ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഉരുട്ടി ഇങ്ങനെ കുറച്ച് നേരം കുഴക്കുക. ഒരു 5 മിനിറ്റ് കുഴച്ചിട്ട് 10 മിനിറ്റ് പിന്നെ നമുക്ക് അടച്ചിങ്ങനെ വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കത് പരത്തിയാൽ മതി. നല്ല കട്ടിയില്ലാതെ നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കുക. തീരെ കട്ടി പാടില്ല. ഏത് ഷേപ്പിലാണ്? ഡയമണ്ട് ഷേപ്പിൽ. ഡയമണ്ട് ഷേപ്പല്ലാതെ വേറെ ഷേപ്പിലും പറ്റില്ല? ഏത് ഷേപ്പിലും പറ്റും നമുക്ക്. അത് കട്ടിയില്ലാതെ പരത്തണമെന്ന് മാത്രം. ഓ, എന്തെങ്കിലും എപ്പോഴും പൊടി ഇട്ട് കൊടുക്കുന്നേ? അത് നല്ല നന്നായിട്ട് പരത്താൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഒട്ടിപ്പോവും. ഒട്ടിപ്പോയാൽ അതെല്ലാം കൂടി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്നിച്ച് ഒട്ടിപ്പോവും. നമുക്കിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ഇങ്ങനെ ചെതറി കിടക്കില്ല. 6 നമ്പർ എന്ന് പറയുന്നത് ഫുൾ ഡയമണ്ട് ഷേപ്പാണോ? അല്ല, നീളത്തിലുള്ളത് വേറെ ഉണ്ട്. അങ്ങനെ പല ഷേപ്പിലും വാങ്ങാൻ കിട്ടുന്നുണ്ടാവും. ഇതാണ് നല്ലത്. ഇത് കാണാൻ ഭംഗി. ഇടുമ്പോൾ നല്ലോണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി നിൽക്കുമ്പോൾ വേണം നമ്മൾ ഇത് ഇടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊള്ളയ്ക്കൂല. നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ പൊള്ളച്ച് വരും. അത് നമ്മൾ നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ, ഒരു ചെറിയ കളർ മാറ്റം വരും. അത് ക്രിസ്പി ആകുന്നത് വരെ നമ്മൾ വറുത്ത് കോരണം. വറുത്ത് കോരി എണ്ണ തോർത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം. ഇതിലിനി ഷുഗർ സിറപ്പ് ചേർക്കണോ? ഇനി അത് ഷുഗർ, പഞ്ചസാര നമുക്ക് വേറെ പാത്രത്തിലിട്ടിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുക സ്റ്റൗവിൽ വെച്ചിട്ട്. ഷുഗർ സിറപ്പിൽ എത്രയും ലൂസ് ആക്കണം? ഷുഗർ സിറപ്പല്ല, ഷുഗർ കുറച്ച് കട്ടിയാകണം. അത് വെള്ളത്തിലൊഴിച്ച് അതിൻ്റെ പാകം നോക്കണം. വെള്ളത്തിലൊഴിച്ചിട്ട് പിന്നെ നോക്കുമ്പം അത് കൈ കൊണ്ട് നമുക്കിങ്ങനെ ഉരുട്ടാൻ കഴിയണം. അങ്ങനെ ഉരുട്ടാൻ കഴിയുന്നതേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പഞ്ചസാര ഇങ്ങനെ പൊക്കി ഒഴിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു നൂൽ പരുവാവും. എന്നിട്ടാണ് അത് വെള്ളത്തിലൊഴിച്ച് നോക്കുക. നന്നായിട്ടൊന്ന് കുറുകി വരണം. അങ്ങനെ കുറുകണം. പക്ഷേ വെള്ളത്തിലൊഴിച്ചിട്ട് അതിൻ്റെ പാകം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഒരുപാട് കട്ടിയായി പോയാൽ അതിട്ട് ഇളക്കാൻ പറ്റില്ല. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അമ്മ എങ്ങനെ ഇത് ഉണ്ടാക്കാൻ പഠിച്ചത്? ഞാനിതുപോലെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് അങ്ങനെ നോക്കി പഠിച്ചു. ഓക്കെ, ഈ 6 നമ്പർ മാത്രമേ അമ്മ ഉണ്ടാക്കുകയുള്ളൂ? അല്ല, ഞാൻ ഓരോ ദിവസവും വേറെ വേറെ ഓരോന്ന് ഉണ്ടാക്കി തരാം കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണുണ്ട്, എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്, നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഷുഗർ സിറപ്പിലോട്ട് എന്തെങ്കിലും ചേർക്കണോ വേറെ? ഏലക്ക 2 കുത്തി ചതച്ചത് അത് ഇതിലോട്ട് ഇടണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടുമ്പോഴാണ് ഈ 6 നമ്പറിന് നല്ല ടേസ്റ്റ്. ഞാനത് പറ്റ മറന്നുപോയി. നമുക്കത് വേഗം ഇടാട്ടോ. പറ്റ മറന്നുപോയി. അപ്പോൾ ഇതാ ഏലക്ക അമ്മ കുത്തി ചതച്ച് അതിലിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഏകദേശം പാകമായി. ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് നോക്കണം. വെള്ളത്തിൽ ഒഴിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ കൈ കൊണ്ട് കണ്ടില്ലേ, ചുറ്റി ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ അത് ഉണ്ടാക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ആ വറുത്ത് കോരി വെച്ചത് 6 നമ്പർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം ഒന്ന് കുലുക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി ചിലപ്പോൾ അത് ക്രിസ്പി ആയതുകൊണ്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പാത്രം കൊണ്ട് ഇളക്കി കൊടുത്താലും മതി, ഇങ്ങനെ ഇളക്കിയാലും മതി. ഇളക്കിയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണോ? കുറച്ച് നേരം അങ്ങനെ വെക്കണം, എന്നാലേ അതിങ്ങനെ ഇതായി നിൽക്കുകയുള്ളൂ. അയ്യോ അമ്മ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഉറുമ്പ് ഓടിപ്പോയി. ഇതിപ്പോൾ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. വാവ്, അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ആ ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.